ഹൈ ഓൾ വെൽക്കം ബാക്ക്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്ത ടോപ്പിക് ഇതായിരുന്നല്ലോ, റൈസ് ഓഫ് മാസ് പ്രൊഡക്ഷൻ ആൻഡ് മാസ് കൺസംഷൻ. നമ്മൾ ആ ടോപ്പിക്ക് എൻഡ് ചെയ്ത് എങ്ങനെയായിരുന്നു അല്ലേ? ഈ ഒരു മാസ് പ്രൊഡക്ഷൻ ഉണ്ടായിട്ടുള്ള എല്ലാ ഒരു പ്രോസ്പെരിറ്റി ഡെവലപ്മെൻറ്റും എല്ലാം 1929 ആയപ്പോഴേക്ക് പെട്ടെന്ന് അവിടെ അവസാനിക്കുകയായിരുന്നു ബിക്കോസ് ഓഫ് ഗ്രേറ്റ് ഡിപ്രഷൻ. സോ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്ത ടോപ്പിക് അത് തന്നെയാണ്, ഗ്രേറ്റ് ഡിപ്രഷൻ. നിങ്ങൾ ഈ ടോപ്പിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് 3 കാര്യങ്ങളാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ 3 കാര്യം അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് വൺ, കോസസ് ഓഫ് ഗ്രേറ്റ് ഡിപ്രഷൻ. ദെൻ how Great Depression affected USA, and the last one, how Great Depression affected our own country, India. ഓക്കെ, നമുക്ക് തുടങ്ങാം. നിങ്ങൾക്ക് ഈ ടോപ്പിനെ കുറിച്ച് കുറച്ചൊരു ഐഡിയ ഐ തിങ്ക് ലാസ്റ്റ് ഇയർ കിട്ടിയിട്ടുണ്ടായിരിക്കും. കാരണം 9th 1-2 ഹിസ്റ്ററി ചാപ്റ്റേഴ്സിലെല്ലാം ഇതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ. സോ ടോപ്പിക് ഗ്രേറ്റ് ഡിപ്രഷൻ. ഫസ്റ്റ് പോയിന്റ് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ ആയിരിക്കും. ദ ഗ്രേറ്റ് ഡിപ്രഷൻ ബിഗാൻ അറൌണ്ട് 1929 ആൻഡ് ലാസ്റ്റ് ടിൽ ഓൾമോസ്റ്റ് ടിൽ ദ മിഡ് 1930s. Now, during this period, most part of the world experienced catastrophic declines in production, employment, income and trade. അല്ലേ, ഈസി പോയിന്റ് വിചാരിക്കുന്നു. ഈ ഗ്രേറ്റ് ഡിപ്രഷൻ ഇത് വേൾഡിലെ എല്ലാ കൺട്രീസും ഒരുപോലെ അഫക്റ്റ് ചെയ്തതാണ്. അത് പറയുന്നത് ഒരുപാട് കാറ്റാസ്ട്രോഫിക് ആയിട്ടുള്ള ഡിക്ലൈന് ഈ ഒരു എല്ലാ എക്കണോമിക് ഫീൽഡിലും എല്ലാ കൺട്രീസും ഈ സമയത്ത് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബിക്കോസ് ഓഫ് ഗ്രേറ്റ് ഡിപ്രഷൻ. നൗ അഗ്രികൾച്ചർ റീജിയൻ ആൻഡ് കമ്മ്യൂണിറ്റീസ് വേർ ദ വേഴ്സ് അഫക്റ്റഡ്. അപ്പോൾ എല്ലാ കൺട്രീസിൻ്റെയും എല്ലാ ഫീൽഡിലും ഇത് അഡ്വേഴ്സായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഈ അഗ്രികൾച്ചറൽ ഫീൽഡിലാണ് നമുക്ക് അതിൻ്റെ ആ ഒരു അഡ്വേഴ്സ് ഇഫക്റ്റ് ഒന്നുകൂടെ നമുക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റുന്നത്. ദിസ് വാസ് ബിക്കോസ് ദ ഫാൾ ഇൻ അഗ്രികൾച്ചറൽ പ്രൈസസ് വാസ് ഗ്രേറ്റർ ആൻഡ് മോർ പ്രൊലോങ് ദാൻ ഇൻ ദ പ്രൈസ് ഓഫ് ഇൻഡസ്ട്രിയൽ ഗുഡ്. അതായത് എന്തുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞല്ലോ, അഗ്രികൾച്ചർ ആയിരുന്നു ഏറ്റവും വേഴ്സ്റ്റായിട്ട് അഫക്റ്റ് ചെയ്ത ഗ്രേറ്റ് ഡിപ്രഷൻ. കാരണം ഇതിൻ്റെ റീസണാണ് പറയുന്നത്. കാരണം അഗ്രികൾച്ചറിൽ ആ ഒരു പ്രൈസിൻ്റെ ഫാൾ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റിൻ്റെ ആ ഒരു പ്രൈസിൻ്റെ ഫാളിനേക്കാൾ ഒന്നുകൂടെ ഗ്രേറ്റർ ആയിരുന്നു. അതായത് ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിലും പ്രൈസ് ഫാൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ലൈക്ക് അഗ്രികൾച്ചർ സെക്ടർ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഈ അഗ്രികൾച്ചർ സെക്ടർ ഉണ്ടായിട്ടുള്ള ഫാൾ ഓഫ് പ്രൈസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ആയിരുന്നു ദാൻ ദ പ്രൈസ് ഓഫ് ഇൻഡസ്ട്രിയൽ ഗുഡ്. ഗ്രേറ്റർ എന്ന് മാത്രമല്ല പ്രൊലോങ്, കുറച്ചുകൂടെ കാലം നീണ്ടു എന്ന ഒരു ഇഷ്യൂ ആയിരുന്നു നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിന് ഈ ഗ്രേറ്റ് ഡിപ്രഷൻ കാരണം ഉണ്ടായി. അതുകൊണ്ട് പറയുന്നത് അഗ്രികൾച്ചർ റീജിയൻ വേർ ദ വേഴ്സ് അഫക്റ്റഡ്. ഇനി നമുക്ക് ആ ഒരു പറഞ്ഞല്ലോ ഫസ്റ്റ് ടോപ്പിക് ഡിസ്കസ് ചെയ്യാനുള്ള ആ ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ്റെ കോസസ് ആണ് അത് നോക്കാം. ദ ഡിപ്രഷൻ വാസ് കോസ്ഡ് ബൈ എ കോമ്പിനേഷൻ ഓഫ് സെവറൽ ഫാക്ടേഴ്സ്. അതിൽ ഫസ്റ്റ് ഫാക്ടർ ഇങ്ങനെയാണ്, അഗ്രികൾച്ചറൽ ഓവർ പ്രൊഡക്ഷൻ റിമെയിൻ എ പ്രോബ്ലം. ദിസ് വാസ് മെയ്ഡ് വേഴ്സ് ബൈ ഫാളിങ് അഗ്രികൾച്ചറൽ പ്രൈസസ്. നിങ്ങൾ ഓർക്കേണ്ട വിചാരിക്കുന്നു, നമ്മൾ കഴിഞ്ഞ ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈസ്റ്റേൺ യൂറോപ്പിലെ വീറ്റ് പ്രൊഡക്ഷൻ്റെ കാര്യം അല്ലേ. എന്താണ് സംഭവിച്ചത്? മറ്റ് കൺട്രിയുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന സമയത്ത് അവരൊന്ന് പിന്നോട്ട് പോയി. പിന്നെ അവർ മുന്നോട്ട് വന്ന് എങ്ങനെയായിരുന്നു, അവർ ആവശ്യമുള്ള അധികം എക്സസ് ആയിട്ട് സർപ്ലസ് ആയിട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്തു. അത് കാരണം അവിടെ എന്തോ ഒരു ഗ്ലട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് വീണ്ടും ആ എക്കോണമി ഒന്നുകൂടെ അവർ ഡിക്ലൈൻ ആക്കുക ചെയ്തു. അതുപോലെ അതാണ് പറയുന്നത് ഇവിടെ അഗ്രികൾച്ചർ ഓവർ പ്രൊഡക്ഷൻ ആയിരുന്നു ഇതിൻ്റെ ഒരു മെയിൻ കോസ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ ഒന്നുകൂടെ വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ ആ അഗ്രികൾച്ചറൽ പ്രൈസ് താഴോട്ട് ഡിക്ലൈൻ ആയി, ഫാൾ ഇൻ അഗ്രികൾച്ചറൽ പ്രൈസ്. അതാണ് ഫസ്റ്റ് കോസ് ഓഫ് ഗ്രേറ്റ് ഡിപ്രഷൻ. ഇനി സെക്കൻഡ് കോസായിട്ട് പറയുന്നത്, ഇൻ ദ മിഡ് 1920s many countries financed their investment through loans from the US. In the first half of 1928, US overseas loan amounted to over 1 billion. ഇത് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ, ഈ ചാപ്റ്ററിൽ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ യു എസ് എന്ന് പറയുന്നത് മുമ്പ് അവർ ഡെബിറ്റർ ആയിരുന്നെങ്കിൽ ആ ഒരു വേൾഡ് വാർ ടൈമിൽ അവർ ക്രെഡിറ്റർ ആയിട്ട് മാറിയ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതാണ് ഇവിടെ പറയുന്നത്. അവർ 1920 ആയപ്പോഴേക്ക് യു എസ് ഒന്നുകൂടെ ഒരു ക്രെഡിറ്റർ ലോണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല നമ്മുടെ ഈ 1928 ഫസ്റ്റ് ഹാഫിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ യു എസ് ഓവർസീസ് ലോൺസ് എമൗണ്ട് ടു ഓവർ $1 billion. അതായത് എന്താ, വാട്ട്സ് ദ മീനിങ് ഓഫ് ഓവർസീസ് ലോൺ? അതായത് മറ്റ് കൺട്രീസിന് യു എസ് എ ലോണായിട്ട് കൊടുത്ത എമൗണ്ടാണ് പറയുന്നത് ഓവർസീസ് ലോൺ എന്നുള്ളത്. ആ എമൗണ്ട് നോക്കൂ, ഒരു $1 billion വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് ഓഫ് 1928. ഇനിയാണ് അതിൻ്റെ ആ ഒരു കാര്യം പറയുന്നത്, എങ്ങനെയാണ് ആ ഒരു ലോൺ എമൗണ്ട് എല്ലാം പെട്ടെന്ന് അവർ വിഡ്രോ ചെയ്യുന്നുള്ളത്. എ ഇയർ ലേറ്റർ ഇറ്റ് വാസ് 1/4 ഓഫ് ദാറ്റ് എമൗണ്ട്. ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അല്ല, 1928 1929 ആയപ്പോഴേക്ക് ആ $1 billion എന്നുള്ളത് ക്വാർട്ടറായിട്ട് അവർ കുറച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് അതിൻ്റെ ഒരു ഡിപ്രഷൻ്റെ ആ ഒരു ടൈം വരുന്ന ടൈമായിരുന്നല്ലോ അത്. സോ കൺട്രീസ് ദാറ്റ് ഡിപ്പെൻഡഡ് ക്രൂഷ്യലി ഓൺ US ലോൺസ് നൗ ഫേസ് ആൻ അക്യൂട്ട് ക്രൈസിസ്. നേരത്തെ പറഞ്ഞ പോലെ വേൾഡിലെ ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസിലും USA ഡിപ്പെൻഡ് നിൽക്കുമായിരുന്നു.
പെട്ടെന്ന് ആ US ലോണിൻ്റെ എമൗണ്ട്, ഓവർസീസ് ലോണിൻ്റെ എമൗണ്ട് കുറച്ച സമയത്ത് തീർച്ചയായിട്ടും ആ കൺട്രീസിനെല്ലാം അതൊരു ഷോക്കായിരുന്നു. അത് പറയുന്നത് US ലോൺസ് നൗ ഫേസ്ഡ് ആൻ അക്യൂട്ട് ക്രൈസിസ്. Now, faced with falling incomes, many households in the US could not repay what they had borrowed and were forced to give up their homes, cars and other consumer durable. ഇതാണ് പറയുന്നത് ആ USA എങ്ങനെയാണ് ഹൗ ഗ്രേറ്റ് ഡിപ്രഷൻ അഡ്വേഴ്സ്ലി അഫക്റ്റഡ് US, ആ ടോപ്പിക് പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് പോയിൻറ്റിങ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ഉണ്ടായിരുന്നല്ലോ, അതായത് മാസ് പ്രൊഡക്ഷൻ ആൻഡ് മാസ് കൺസംഷൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ആ ഒരു ഫോർഡിൻ്റെ കാറായിരുന്നു എല്ലാറ്റിൻ്റെയും ബിഗിനിങ്. അതുമുതൽ ആ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്ത കാരണം എല്ലാ പ്രൊഡക്ഷൻ കൂടിയിട്ടുണ്ടായിരുന്നു. പ്രൊഡക്ഷൻ കൂടിയ സമയത്ത് ആ വർക്കേഴ്സിൻ്റെ എല്ലാം സാലറി കൂടിയിട്ടുണ്ടായിരുന്നു, വരെ വേജ് കൂടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പറയുന്ന ഈ കാറാണെങ്കിലും ഹോംസ് ആണെങ്കിലും ഒക്കെ അവർക്ക് പെട്ടെന്ന് വാങ്ങാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അതെല്ലാം ഇപ്പോൾ അവർക്ക് വാങ്ങാൻ പറ്റാത്ത വീണ്ടും പ്രീവിയസ് സ്റ്റേറ്റിലേക്ക് തിരിച്ചു പോകുന്ന സിറ്റുവേഷൻ വന്നു. കാരണം അത്രയേ ഉള്ളൂ, ഫേസ്ഡ് വിത്ത് ഫാളിങ് ഇൻകം. കാരണം US അവസ്ഥ തന്നെ ഇപ്പോൾ താഴോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ US ആളുകൾക്ക് പോലും ഈ ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ കാരണം അവർ നിത്യം ഉപയോഗിച്ചിരുന്ന അവർ ഡ്യൂറബിൾ അല്ലേ അത് വാങ്ങാൻ പറ്റാതായെന്നാണ് പറയുന്നത്. ഇനി ദ കൺസ്യൂമർ ഇസ് പ്രോസ്പെരിറ്റി ഓഫ് ദ 1920s നൗ ഡിസപ്പിയേർഡ് ഇൻ എ പഫ് ഓഫ് ഡസ്റ്റ്. അതാണ് ഒരു സമ്മറി ആയിട്ട് പറയുന്ന കാര്യമാണ്. നേരത്തെ പറഞ്ഞല്ലോ ആ ഒരു പ്രോസ്പെരിറ്റി, ആ ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു USA അത് അറൗണ്ട് ദ വേൾഡൊക്കെ, ആ ഒരു മാസ് പ്രൊഡക്ഷനും മാസ് കൺസപ്ഷനും കാരണമൊക്കെ. അതെല്ലാം വളരെ പെട്ടെന്ന് ഒരു 1920 സമയത്ത് അല്ലെ ഒരു പുകയായിട്ടെല്ലാം പോയി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അങ്ങനെ മാത്രമായിരുന്നില്ല USA അഡ്വേഴ്സായിട്ട് ഈ ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ അഫക്റ്റ് ചെയ്യുന്ന കുറച്ചുകൂടെ കാര്യം പഠിക്കാൻ വരുന്നുണ്ട്. ബൈ 1933 over 4,000 banks are closed and between 1929 and 1932 about 110,000 companies had collapsed. അപ്പോൾ USA 1933 ആയപ്പോഴേക്കും ഇത്രയും കമ്പനീസും ബാങ്ക്സും എല്ലാം അവിടെ കൊളാപ്സ് ആയി പോയിട്ടുണ്ടായിരുന്നു. സോ ഈ ഇത്രയും കമ്പനികൾ ലോക്കായി ഷട്ട് ഡൗൺ ആവുമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും, അവിടെ അൺഎംപ്ലോയ്മെൻറ്റ് വരില്ല, ആളുകളുടെ ജോലി തീർച്ചയായിട്ടും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. അതാണ് നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത്. ആസ് അൺഎംപ്ലോയ്മെൻറ്റ് സോർട്ട് പീപ്പിൾ ട്രെഡ്ജ് ലോങ് ഡിസ്റ്റൻസസ് ലുക്കിംഗ് ഫോർ എനി വർക്ക് ദേ കുഡ് ഫൈൻഡ്. അൾട്ടിമേറ്റ്ലി ദ US ബാങ്കിങ് സിസ്റ്റം ഇറ്റ് സെൽഫ് കൊളാപ്സ്ഡ്. അതായത് ആ വർക്കേഴ്സിന് ജോലി നഷ്ടപ്പെട്ട സമയത്ത് അവർ ദേ വർ ഫ്രാൻറ്റിക്കലി സെർച്ചിങ് ഫോർ സം ജോബ്. അവർക്ക് ഏത് പ്ലേസ് ആണെന്ന് പോലും അവർ നോക്കുന്നില്ല, ഇറസ്പെക്റ്റീവ് ഓഫ് പ്ലേസസ് അവർ മറ്റ് കൺട്രീസിലേക്കെല്ലാം മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയ ഒരു സമയം കൂടിയായിരുന്നു ഇത്. ഓക്കെ, സോ ഇത്രയാണ് ആ ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ്റെ കോസിനെ കുറിച്ച്, അതുപോലെ US അതുണ്ടാക്കിയ എഫക്റ്റിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഹൗ ഗ്രേറ്റ് ഡിപ്രഷൻ അഫക്റ്റഡ് ഇന്ത്യ. വോയിസ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു, കോൾഡ് കാരണം കുറച്ചൊരു ട്രബിൾ ഉണ്ട്. ഓക്കെ, സോ ടോപ്പിക് ഇങ്ങനെയാണ്, ഇന്ത്യ ആൻഡ് ദി ഗ്രേറ്റ് ഡിപ്രഷൻ. അതിൽ ഫസ്റ്റ് പോയിന്റ് ഇങ്ങനെയാണ്, കുറച്ച് വലിയ ടോപ്പിക്കാണ്. ഇഫ് വി ലുക്ക് അറ്റ് ദ ഇമ്പാക്റ്റ് ഓഫ് ദ ഡിപ്രഷൻ ഓൺ ഇന്ത്യ വി റിയലൈസ് ഹൗ ഇൻറ്റഗ്രേറ്റഡ് ദ ഗ്ലോബൽ എക്കോണമി ഹാഡ് ബിക്കം ബൈ ദ ഏർലി 20th century. നമ്മളൊരു കാര്യം മറക്കുക, നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്തായിരുന്നു, ദ മേക്കിംഗ് ഓഫ് എ ഗ്ലോബൽ വേൾഡ് അല്ലേ. ഗ്ലോബലൈസേഷൻ നമ്മുടെ മെയിൻ കോൺസെപ്റ്റ്. നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ ടോപ്പിക് വന്നാലും അതെല്ലാം നമുക്ക് എന്തുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റണം, ഗ്ലോബലൈസേഷനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റണം. ഈവൻ നമുക്ക് ഈ ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ നമുക്ക് ഗ്ലോബലൈസേഷനുമായിട്ട് ഈസിലി റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താ, സി പോയിന്റ് നമ്പർ 2, ദ ട്രമേഴ്സ് ഓഫ് എ ക്രൈസിസ് ഇൻ വൺ പാർട്ട് ഓഫ് ദ വേൾഡ് വർക്ക് ക്വിക്ക്ലി റിലേറ്റ് ടു ദ അതർ പാർട്ട്, അഫക്റ്റിംഗ് ലൈവ്സ്, എക്കോണമീസ് ആൻഡ് സൊസൈറ്റീസ് വേൾഡ് വൈഡ്. അതായത് നമുക്കൊരു എർത്ത് എക്സാമ്പിൾ എടുക്കാം അല്ലേ. ഇപ്പോൾ ഇന്തോനേഷ്യയിൽ ഒരു എർത്ത് ഉണ്ടാവുമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു ട്രമേഴ്സ്, അതിൻ്റെ എഫക്റ്റ് മറ്റ് കൺട്രീസിൽ കൂടെ നമുക്ക് അഫക്റ്റ് ചെയ്യുമല്ലോ അല്ലേ. 2004 നമുക്ക് കണ്ടു, സുമാത്രയിൽ ഉണ്ടായിട്ടുള്ള ഒരു എർത്ത് നമ്മൾ സുനാമി ആയിട്ട് അക്രോസ് ദ വേൾഡ് ഉണ്ടായത്. ഇന്ത്യയിൽ ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ ഗ്രേറ്റ് ഡിപ്രഷൻ്റെ കാര്യവും. അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് മിക്കവാറും US ആയിരുന്നെങ്കിൽ പോലും അതിൻ്റെ ആ ഒരു ഇഫക്റ്റ് അതെന്ന് പറയുന്നത് ട്രമേഴ്സ് ഓഫ് ദാറ്റ് ക്രൈസിസ് ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ ഫെൽറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്, ഗ്ലോബലൈസേഷൻ കാണാൻ പറ്റുന്നില്ലേ. ആ സമയത്ത് കൺട്രീസ് എല്ലാം ഇന്റർ കണക്റ്റഡ് ആയിരുന്നു, ഇന്റർ ലിങ്ക്ഡ് ആയിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ഒരു അഫക്റ്റ് എല്ലാ കൺട്രീസിനും ഉണ്ടാവാൻ കാരണം. അതായത് ഗ്ലോബലൈസേഷൻ നമുക്കൊരു ഡീമെറിറ്റ് ആയിട്ടും വേണമെങ്കിൽ അവിടെ പറയാൻ പറ്റും. ഓക്കെ, എനിഹൗ തേർഡ് പോയിന്റ്, പെസൻസ് ആൻഡ് ഫാമേഴ്സ് സഫേർഡ് മോർ ദാൻ അർബൻ ഡ്വെല്ലേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് തന്നെ ആയിരുന്നു, ഓർക്കുന്നത് വിചാരിക്കുന്നു. നമ്മളിവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഗ്രികൾച്ചർ റീജിയൻസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് വേർ ദ വേഴ്സ് അഫക്റ്റഡ്. ഗ്രേറ്റ് ഡിപ്രഷൻ്റെ ലോകത്തിൻ്റെ ഏത് കൺട്രി എടുക്കുകയാണെങ്കിലും ഇതിൻ്റെ എല്ലാം അഫക്റ്റ് കൂടുതൽ ഫേസ് ചെയ്ത് അവിടുത്തെ അഗ്രികൾച്ചർ സെക്ടറായിരുന്നു അല്ലെങ്കിൽ ഫാമേഴ്സ് ആയിരുന്നു. അതേ കാര്യം തന്നെ ഇന്ത്യയിലും പറയുന്നത്.
ഫാമേഴ്സിനാണ്, പെസൻസും ഫാമേഴ്സാണ് ഇതിൻ്റെ എഫക്റ്റ് കൂടുതലായിട്ട് അനുഭവിച്ചത് ദാൻ അർബൻ ഡെവലപ്പേഴ്സ്. അർബൻ ഡെവലപ്പേഴ്സ് മീൻസ് പീപ്പിൾ ലിവിങ് ഇൻ അർബൻ ഏരിയ. എന്തായിരിക്കും കാരണം നമുക്ക് നോക്കാം. ദോ അഗ്രികൾച്ചറൽ പ്രൈസസ് ഫെൽ ഷാർപ്ലി, the colonial government refused to reduce revenue demands. Peasants producing for the world market were the worst hit. ഇതിൽ അവർ ഫാമേഴ്സ് എന്തുകൊണ്ട് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുമെന്ന് പറയാൻ ഒരു കാരണം പറയുന്നത്, ഈ നമുക്കറിയില്ല ആ സമയത്തൊക്കെ ഇന്ത്യ റൂൾ ചെയ്തിരുന്ന വി ആർ അണ്ടർ ദ കൺട്രോൾ ഓഫ് ബ്രിട്ടീഷ് ഗവൺമെൻറ്, അറിയുന്ന കാര്യമാണ്. അത് ബ്രിട്ടീഷ് ഗവൺമെൻറ് കൃത്യമായിട്ട് അറിയാം ഈ ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ ഇന്ത്യയെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫാമേഴ്സിൻ്റെയും പെർസൺസിൻ്റെയും കണ്ടീഷൻ കുറച്ച് ബാഡാണെന്ന് എല്ലാവർക്കും അറിയാം. ബട്ട് അൺഫോർച്യുനേറ്റ്ലി ഇതെല്ലാം അറിയാമായിരുന്നിട്ട് കൂടി they were not ready to reduce the revenue. ഈ പെസൻസ് കൊടുക്കുന്ന ടാക്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും അവർ റെഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് തീർച്ചയായിട്ടും ഫാമേഴ്സിനെ വീണ്ടും ഒന്നുകൂടെ അവരെ ട്രബിളിലാക്കുകയാണ് ചെയ്തത്. മാത്രമല്ല ഈ സമയത്ത് പല പെസൻസും പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് വേൾഡ് കൺട്രി, അത് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഈ ലോകത്തിൻ്റെ മൊത്തം എക്സ്പോർട്ട് ഇമ്പോർട്ട് എല്ലാം കുറച്ചൊരു ഡിസോർഡർ കിടക്കുന്ന ടൈമായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ പെസൻസ് പ്രൊഡ്യൂസിങ് ഫോർ ദ വേൾഡ് മാർക്കറ്റ് വേർ ദ വേഴ്സ് ഹിറ്റ്. അവരൊന്നുകൂടി സിവിയർ ആയിട്ട് അവരിതിൻ്റെ എഫക്റ്റ് ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് വൺ, ഇൻ ദീസ് ഡിപ്രഷൻ ഇയേഴ്സ് ഇന്ത്യ ബിക്കെയിം ആൻ എക്സ്പോർട്ടർ ഓഫ് പ്രഷ്യസ് മെറ്റൽ, നോട്ടബ്ലി ഗോൾഡ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ഒന്നും മറ്റ് കൺട്രീസിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിലും അല്ല, നമുക്ക് പറ്റിയിരുന്നില്ലല്ലോ. നമ്മൾ മറ്റൊരു കാര്യം മറ്റ് കൺട്രീസിലേക്ക്, എസ്പെഷ്യലി ബ്രിട്ടനിലേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഗോൾഡ്. ഗോൾഡ് മാത്രമല്ല, ലോട്ട് ഓഫ് പ്രഷ്യസ് മെറ്റൽ, എസ്പെഷ്യലി ഗോൾഡ്. ദ ഫേമസ് എക്കണോമിക്സ്. ഇനി പറയുന്നത് ഒരു എക്കണോമിക്സിന് നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ ഇന്ത്യ മറ്റ് കൺട്രീസിലേക്ക് ഈ സമയത്ത് എക്സ്പോർട്ട് ചെയ്ത മെയിൻ പ്രൊഡക്റ്റ് ഗോൾഡ് ആയിരുന്നു. ഇതിനെപ്പറ്റി ഒരു എക്കണോമിക്സ് ആയിട്ടുള്ള ജോൺ മൈനാർഡ് കെയ്ൻസ്, നിങ്ങൾ ആ ഫുൾ വേർഡ് ഒന്ന് പഠിച്ചിരിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒരു JM കെയ്ൻസ് ഓർത്തിരുന്നാൽ മതി. അയാളുടെ ഒരു ഒപ്പീനിയനാണ് പറയുന്നത്. ഓക്കെ, സോ ഫേമസ് എക്കണോമിക്സ് കെയ്ൻസ് തോട്ട് ദാറ്റ് ഇന്ത്യൻ ഗോൾഡ് എക്സ്പോർട്ട് പ്രൊമോട്ടഡ് ഗ്ലോബൽ എക്കണോമിക് റിക്കവറി. They certainly helped speed up Britain's recovery, but did little for the Indian peasant. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ആ സമയത്ത് എക്സ്പോർട്ട് ചെയ്ത ഒരു ഗോൾഡ് കാരണം ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള പല കൺട്രീസിനും അവിടെ റിക്കവറി ഒന്നുകൂടെ ക്വിക്കായിട്ട് പോസിബിളായി. അതായത് അല്ലേ, അവർക്ക് ആ സമയത്ത് പണം ഇല്ലാതൊരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ നമ്മുടെ ആ ഗോൾഡ് കാരണം അവരുടെ റിക്കവറി ഒന്നുകൂടെ ഫാസ്റ്റ് ആയിരുന്നു. ബട്ട് നമുക്കറിയാം ഇന്ത്യ അങ്ങോട്ട് ഗോൾഡ് അയച്ചു, അവരുടെ കാര്യം ഓക്കെ ആയി. ബട്ട് അപ്പോഴും നമ്മുടെ ആ പെസൻസിൻ്റെ കാര്യം എപ്പോഴും പഴയതുപോലെ തന്നെ. അതാണ് ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത്. ദേ സർട്ടൻലി ഹെൽപ് സ്പീഡ് അപ്പ് ബ്രിട്ടൻസ് റിക്കവറി ബട്ട് ഡിഡ് ലിറ്റിൽ ഫോർ ഇന്ത്യൻ പെസൻസ് ആൻഡ് ഫാമേഴ്സ്. നെക്സ്റ്റ് പോയിന്റ്, ഈ ഒരു പോയിന്റ് നമ്മൾ ഓൾറെഡി നിങ്ങൾ നാഷണൽസ് ഇന്ത്യ ചാപ്റ്ററിൽ പഠിച്ച കാര്യം നമുക്കറിയാം. ഈ സമയത്താണ് മഹാത്മാഗാന്ധി അവർ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ഫെയിലിയറിന് ശേഷം 1931 ഗാന്ധിജി ഒഫീഷ്യലി ആ സെക്കൻഡ് മെയിൻ പ്രോഗ്രാമായിട്ടുള്ള മാസ് മൂവ്മെൻ്റ് ആയിട്ടുള്ള സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത്. മഹാത്മാഗാന്ധി launched the civil disobedience movement at the height of depression in 1931. Okay, next, the depression proved less grim for urban India. നമ്മൾ നേരത്തെ ഒരു പോയിന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു കാര്യം നമുക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നേരത്തെ പറഞ്ഞല്ലോ, അർബൻ ഏരിയ, നമ്മൾ റൂറൽ ഏരിയയും അർബൻ ഏരിയയും കമ്പയർ ചെയ്യുന്ന സമയത്ത് അർബൻ ഏരിയ ഒന്നുകൂടെ സേഫ് ആയിരുന്നു ഈ ഗ്രേറ്റ് ഡിപ്രഷൻ്റെ എഫക്റ്റിൽ നിന്ന്. ബട്ട് റൂറൽ ഏരിയ അതൊന്നുകൂടെ സിവിയർ ആയിട്ട് അഫക്റ്റ് ചെയ്തു. എന്തായിരിക്കും കാരണം? ബിക്കോസ് ഓഫ് ഫാളിംഗ് പ്രൈസസ്, ദോസ് വിത്ത് ഫിക്സ്ഡ് ഇൻകം, സേ ടൗൺ ഡ്വെല്ലിംഗ് ലാൻഡ് ഓണേഴ്സ് ഹു റിസീവ്ഡ് റെൻറ്റ് ആൻഡ് മിഡിൽ ക്ലാസ് സാലറി എംപ്ലോയീസ് നൗ ഫൗണ്ട് ദംസെൽഫ് ബെറ്റർ ഓഫ്. കാരണം നമുക്കറിയാം റൂറൽ ഏരിയ എന്ന് പറയുമ്പോൾ അവിടെ കൂടുതലും വരുന്നത് പെസൻസ് ആണ്. ഓൾറെഡി കണ്ടു, പെസൻസ് ഓൾറെഡി ഈ ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ്റെ ആ ഒരു അഫക്റ്റിൽ ഓൾറെഡി ആയിട്ടുണ്ടായിരുന്നു ബിക്കോസ് ഓഫ് ഫാളിംഗ് പ്രൈസസ് എക്സെട്ര. ബട്ട് ഈ അർബൻ ഏരിയാസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടെ കൂടുതൽ വരുന്ന പെസൻസ് അല്ല, അവിടെ ഒന്നുകിൽ ഈ ലാൻഡ് ഓണേഴ്സ് ആയിരിക്കും അല്ലേ, അല്ലെങ്കിൽ എന്തായിരിക്കും മിഡിൽ ക്ലാസ് സാലറി എംപ്ലോയീസ് ആയിരിക്കും, സാലറി കിട്ടുന്ന എംപ്ലോയീസ് ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ സാലറി ഒന്നും വലിയ അഫക്റ്റ് വരുന്നില്ല. മാത്രമല്ല ഒരു ലാൻഡ് ലോഡ്സിന് അപ്പോഴും അവർക്ക് കിട്ടുന്ന റെൻറ്റും ടാക്സും എല്ലാം കറക്റ്റായിട്ട് അവർ വാങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നൗ ഫൗണ്ട് ദംസെൽഫ് ബെറ്റർ ഓഫ്. ഈ റൂറൽ ഏരിയ കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ കാര്യം ഒന്നുകൂടെ ബെറ്റർ ആയിരുന്നാണ് പോയിന്റിൽ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഇത് ആക്ച്വലി ഒരു സെപ്പറേറ്റ് ടോപ്പിക് അല്ല, ഇതിൻ്റെ കണ്ടിന്യൂഷൻ കാര്യം തന്നെയാണ്. ബട്ട് സ്റ്റിൽ നമുക്ക് സെപ്പറേറ്റ് ടോപ്പിക്കായി ഡിസ്കസ് ചെയ്യാം. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഫാമേഴ്സിനായിരുന്നു ഇന്ത്യയിലാണെങ്കിൽ പോലും ആ ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ കൂടുതൽ അഡ്വേഴ്സ് ആയിട്ട് അഫക്റ്റ് ചെയ്ത്. ഈ ഫാമേഴ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ അതിൽ തന്നെ ഈ വെസ്റ്റ് ബംഗാളിലെ ജൂഡ് പ്രൊഡ്യൂസേഴ്സിനെ ഒന്നുകൂടെ സിവിയർ ആയിട്ട് ആ ഗ്രേറ്റ് ഡിപ്രഷൻ അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് സെപ്പറേറ്റ് ഒന്ന് നോക്കാം. ഇവിടെ ചെറിയ 2 പോയിൻറ്റ്സ് മാത്രമേ വരുന്നുള്ളൂ. ഫസ്റ്റ് പോയിൻറ്റ്,
they grew, they means jute producers of Bengal. They grew raw jute that was processed in factories for export in the form of gunny bag. അല്ലേ, നമുക്കറിയാം ജൂട്ട് അഗ്രികൾച്ചർ ചാപ്റ്ററിൽ പഠിച്ച കാര്യമായിരുന്നു. നമുക്ക് ജൂട്ടിനുകൊണ്ട് പല യൂസും വരുന്നുണ്ട്. അപ്പോൾ അവർ ഈ റോ ജൂട്ട് ഉണ്ടാക്കിയിട്ട് അത് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി റെഡിയാക്കി വരുന്ന ഒരു പ്രോസസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമുക്കതിനെ പല ഇതിൽ കൺവേർട്ട് ചെയ്യാം, ഗണ്ണി ബാഗ് ആക്കാം, അല്ലെങ്കിൽ കാർപ്പറ്റ് ആക്കാം, ഒരുപാട് ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഇതിനെല്ലാം വേണ്ടി അവർ ആ ഒരു റോ ജൂട്ട് അവർ കൺവേർട്ട് ചെയ്തിട്ട് ഫാക്ടറീസിൽ കൺവേർട്ട് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ റെഡിയായി നിൽക്കുന്ന ഒരു സിസ്റ്റമായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കറിയാം ആ ഒരു സമയത്ത് എക്സ്പോർട്ട് അത്ര പോസിബിൾ അല്ലല്ലോ, കാരണം എല്ലാ കൺട്രീസും ഓൾറെഡി അവരുടെ എക്കണോമി എല്ലാം ഷാറ്റർ ചെയ്തെടുക്കുന്ന സിറ്റുവേഷനാണ്. എക്സ്പോർട്ടും നടക്കില്ല, ഇമ്പോർട്ടും നടക്കില്ല. മൊത്തത്തിൽ ആ എക്കണോമീസ് എല്ലാം ഒരു സ്ലോ ഡൗൺ ആയ സമയത്താണ് അവർ ആ ഒരു പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നത്. Now, peasants who borrowed in the hope of better times or to increase output in the hope of higher income faced ever lower prices and fell deeper and deeper into debt. അതായത് ഈ സമയത്ത് പെസൻസ് ഹു ബോറോഡ് ഇൻ ദ ഹോപ്പ് ഓഫ് ബെറ്റർ ടൈം, അതായത് കുറച്ചുകൂടെ അവർക്കറിയാം ഗ്രേറ്റ് ഡിപ്രഷൻ ആണെന്നറിയാം, ബട്ട് സ്റ്റിൽ അവർ ഹോപ്പ് ചെയ്യാണ് ഒന്നുകൂടെ കുറച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ നല്ല കുറച്ച് ഡേയ്സ് വരുന്ന വെയിറ്റ് ചെയ്തിട്ട് ആ ഹോപ്പ് കാരണം എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ പ്രൊഡക്ഷൻ ഒന്നുകൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. പ്രൊഡക്ഷൻ കൂട്ടുക മാത്രമല്ല, അതിനുവേണ്ടി ഒരുപാട് മണി അവർ ബോറോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി മറ്റൊരു കാര്യം വരുന്നുണ്ട്, ടു ഇൻക്രീസ് ഔട്ട്പുട്ട് ഇൻ ദ ഹോപ്പ് ഓഫ് ഹയർ ഇൻകം. ഇനി അവർക്ക് മറ്റൊരു എക്സ്പെക്റ്റേഷൻ കൂടെ ഉണ്ടായിരുന്നു, കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടുന്ന ജൂട്ടിന് ഇപ്പോൾ കിട്ടുന്ന പ്രൈസിനേക്കാൾ ഒന്നുകൂടെ പ്രൈസ് കിട്ടും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ കൂടെ അവർക്ക് ഉണ്ടായിരുന്നു, ആ ഹോപ്പ് കൂടെ ഉണ്ടായിരുന്നു. ഈ രണ്ട് എക്സ്പെക്റ്റേഷനും കാരണം അവരവിടെ പ്രൊഡക്ഷൻ കൂട്ടുകയും മാത്രമല്ല അതിനുവേണ്ടി ഒരുപാട് മണി അവർ ബോറോ ചെയ്തിട്ടുണ്ടായിരുന്നു. But what happened later, they faced ever lower prices and fell deeper and deeper into debt. So അവർ പ്രതീക്ഷ പോലെ പെട്ടെന്ന് ഗ്രേറ്റ് ഡിപ്രഷൻ മാറിയില്ല. തീർച്ചയായിട്ടും അവർക്ക് ആ ബോറോ ചെയ്ത മണി റീപേ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ വന്നു. അങ്ങനെ അവർ ഡെപ്റ്റിലോട്ട്, ഒരു ഡെപ്റ്റ് ട്രാപ്പിലോട്ട് അവർ പോവുമായിരുന്നു. ഓക്കെ, നമുക്ക് ഇത്രയാണ് ഈ ടോപ്പിക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ. ടോപ്പിക് ഇതായിരുന്നു, ഗ്രേറ്റ് ഡിപ്രഷൻ. ഇനി നമുക്ക് അടുത്തൊരു ക്ലാസ്സിലൂടെ നമുക്ക് ഈ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാം. സോ ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിത്ത് യുവർ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.